പ്രിയമുള്ളവരെ നമസ്കാരം. ഡൽഹിയിലെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭവും തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും അതിനെ തുടർന്ന് ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും കേരളത്തിലെ എല്ലായിടത്തും അലയടിക്കുന്ന വിജയാഘോഷങ്ങളുമൊക്കെ കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതിൽ പ്രധാനപ്പെട്ടത്, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം അതിനെക്കുറിച്ചൊരു നിമിഷം ചിന്തിക്കുക. അതല്ല ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ വരികളെയും വാക്കുകളെയും അടർത്തിയെടുത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. പക്ഷേ യാഥാർത്ഥ്യം പറയുന്നതിൽ നിന്നും നമ്മളെ തടയാൻ ആർക്കും കഴിയില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തത്, നിങ്ങൾ നാളിതുവരെ ആക്ഷേപിച്ച ഇന്ത്യയുടെ ഭരണാധികാരി അദ്ദേഹം ഒരു ഫാസിസ്റ്റ് അല്ല എന്ന യാഥാർത്ഥ്യമെങ്കിലും നിങ്ങൾ തിരിച്ചറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇന്നലെ വരെ അദ്ദേഹത്തെ വിളിച്ചത് ഹിറ്റ്ലറായിരുന്നു, അല്ലെങ്കിൽ ഹിറ്റ്ലറിനെക്കാട്ടി ക്രൂരനായിരുന്നു, നരഭോജി എന്നായിരുന്നു, ജനാധിപത്യ മതേതര മൂല്യം തീരെയില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ ആയിരുന്നു നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്ന് ആലോചിക്കുക. ഒരുപക്ഷെ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ പോലെയോ ജവഹർലാൽ നെഹ്റുവിനെ പോലെയോ ഒക്കെ ഒരു ഭരണാധികാരി ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമരത്തെ അടിച്ചമർത്തി ഡൽഹിയിൽ ഒരു വലിയ കലാപം സൃഷ്ടിച്ച് അതിലൂടെ കുറെ കുട്ടികളെ കുരുതി കൊടുത്ത് അതിൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറിയനെ. കാരണം 1957 EMS സർക്കാർ കേരളത്തിൽ ജനാധിപത്യ ബോധത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിട്ട ഭരണാധികാരിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നായിരുന്നു. രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി സർക്കാരുകളെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് കോൺഗ്രസ് എന്നായിരുന്നു. പിന്നീട് ഡൽഹി ഇന്ദിരാഗാന്ധി ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഉയർന്നു വന്ന ശബ്ദങ്ങളെയെല്ലാം തന്നെ ആ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വന്ന ശബ്ദങ്ങളെ അവിടെ വെച്ച് അടിച്ചമർത്തി ഇല്ലാതാക്കുകയും പുറമേ നിന്ന് ഉയർന്നു വന്ന ശബ്ദങ്ങളെ എല്ലാ രീതിയിലും അടിച്ചമർത്തി ഇല്ലാതാക്കുകയും പിന്നീട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ മാധ്യമങ്ങളെയും ജനങ്ങളുടെയും അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെയും അവൻ്റെ ആവിഷ്കാര മൂല്യങ്ങളെയും പരിപൂർണ അർത്ഥത്തിൽ ഇല്ലാതാക്കി ഈ രാജ്യം കണ്ട കാടത്ത പൂർണ്ണമായിട്ടുള്ള ഒരു ഭരണം ഈ രാജ്യത്ത് ഏർപ്പെടുത്തി എതിർത്തവരെയും എതിർ ശബ്ദങ്ങളെയും എല്ലാം ജയിലിലടച്ച് ഇല്ലാതാക്കിയ ഭരണാധികാരിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്കില്ലാത്ത മൂല്യം, ജവഹർലാൽ നെഹ്റുവിനില്ലാത്ത മൂല്യം, രാജീവ് ഗാന്ധിക്കും ഇല്ലാത്ത മൂല്യം. കാര്യം രാജീവ് ഗാന്ധിയും ഇത്തരത്തിൽ തനിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു. 1989 VP സിംഗ് അതുവരെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇതേ മുഖ്യമന്ത്രിയായ VP സിംഗിനെ ഏത് രീതിയിലാണ് അദ്ദേഹം അടിച്ചമർത്തി ഇല്ലാതാക്കാൻ നോക്കിയതെന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോ ചെയ്തികളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ശബ്ദങ്ങളെ ഏത് രീതിയിൽ ഇല്ലാതാക്കാൻ നോക്കിയതെന്നും നമുക്ക് നിങ്ങൾക്കറിയാം. ആകാശവാണിയിലെ ആ സമയത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇന്നലെ വരെ ആക്ഷേപിച്ച നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ഈഗോ മാത്രം മതി ഈ രാജ്യത്ത് നിങ്ങൾ ഉയർത്തുന്ന പ്രക്ഷോഭത്തെ അദ്ദേഹത്തിന് കണ്ടില്ല എന്നറിയാൻ. പക്ഷേ ഇങ്ങനൊരു പ്രക്ഷോഭം ഉയർന്നു വരുന്ന സമയത്ത് ആ പ്രക്ഷോഭത്തിന് ഏറ്റവും മാന്യമായ സമീപനം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഡൽഹിയിൽ സമരം ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നിട്ട് കൂടിയും അഭിജിത്ത് അമേരിക്കയിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ 20 ദിവസവും അഭിജിത്ത് അവിടെ സമരം ചെയ്യുമ്പോൾ ഒരു പോലീസ് ആക്രമണം ഉണ്ടായിട്ടില്ല, ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല, യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് ശേഷം ഡൽഹിയിൽ ആ അറസ്റ്റിനെ തുടർന്ന് സ്വാഭാവികമായും 10-21 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച ഒരു മനുഷ്യൻ അവിടെ കിടന്ന് മരിക്കാൻ വിട്ടുകൊടുക്കാൻ ഗവൺമെന്റിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അയാളെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ഒരു സ്വാഭാവിക രീതി പോലീസ് എടുത്തപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിടാത്ത ഈ രാജ്യത്തെ കുറെ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ രാജ്യവിരുദ്ധ ശക്തികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഡൽഹിയിൽ എന്തോ ഫാസിസം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായി സോഷ്യൽ മീഡിയ വഴി പലവിധ കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു. ഇന്ത്യയുടെ പല കോണുകളിൽ നിന്നും പല ആൾക്കാർ അതോടുകൂടി ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുന്നു. ഡൽഹി പോലെ രാജ്യത്തെ ഏറ്റവും പരമപ്രധാനമായ ഒരു സ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ സ്വാഭാവികമായിട്ടും പോലീസ് അതിലേക്ക് ഇടപെടുന്നു. ഒരു കലാപം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നിയന്ത്രണങ്ങളെയൊക്കെ തന്നെ കലാപമാക്കി മാറ്റാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു. അവിടെ നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റുകളെയും കൃത്യമായി കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും പല കോണുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഭരണകൂട വേട്ടയാക്കി ചിത്രീകരിച്ച് പലരും അവിടെ വന്ന് ഈ വിഷയത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിൽ ഇന്നലകളിൽ CAA NRC സമരത്ത് ഒത്തുകൂടിയ അതേ വിഭാഗം, ജന്തർ മന്ദറിൽ ഒത്തുകൂടിയ അതേ വിഭാഗം, ജാമിയ മിലിയയിൽ പ്രതിഷേധിച്ച അതേ വിഭാഗം, ലക്ഷദ്വീപ് വിഷയത്തിൽ പ്രതിഷേധിച്ച അതേ വിഭാഗം, അങ്ങനെ രാജ്യത്ത് കർഷക സമരത്തിൽ പ്രതിഷേധിച്ച അതേ വിഭാഗം, അതുപോലെ രാജ്യത്ത് ഇന്നലകളിൽ ഏതൊക്കെ സമയത്താണോ ഉത്തരേന്ത്യയിലും ഡൽഹിയിലുമൊക്കെ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉയർന്നിട്ടുള്ളത് ആ സമയത്തെല്ലാം ഒത്തുകൂടിയ അതേ വിഭാഗം ആൾക്കാർ ഡൽഹിയിൽ ഒത്തുകൂടുകയും ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഗവൺമെൻറ് ഏറ്റവും മനോഹരമായ ഒരു തീരുമാനമെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ കഴിഞ്ഞ 13 വർഷമായി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, ഒരു സർക്കാർ, അത് ഫാസിസ്റ്റ് ഗവൺമെൻറ് അല്ല, പകരം ജനാധിപത്യ ബോധവും മതേതര മൂല്യവുമുള്ള ഒരു ഗവൺമെൻറ്റാണ്. ഇനി വിദ്യാർത്ഥികളുടെ ഈ പ്രക്ഷോഭത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കുന്നു. കേരളത്തിൽ KSU ഒരു സമരം നടത്തി കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമല്ലേ? അത് കണ്ട് എന്ന് കേരളത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ SFI ഒരു പ്രക്ഷോഭം ഉയർത്തി കഴിഞ്ഞാൽ അതും വിദ്യാർത്ഥികൾ ഉയർത്തുന്ന പ്രക്ഷോഭമല്ലേ? അതിനെ പൂർണ്ണ അർത്ഥത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ? ഇനി ജനാധിപത്യപരമായി ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്താൻ നോക്കിയിട്ടുള്ള സർക്കാരുകളുടെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത്തരത്തിലെ ഏറ്റവും നീചമായ ഗവൺമെന്റ് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു എന്നല്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇന്ത്യയിലെ കർഷകർ, ഒരു കാലത്ത് ബംഗാളിലെ കർഷകർ തങ്ങളുടെ ഭൂമി ടാറ്റയിൽ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത്, അല്ലെങ്കിൽ സർക്കാർ അതിന് ഒത്താശ ചെയ്തു കൊടുത്ത സമയത്ത് കർഷകർ ബംഗാളിൽ പ്രതിഷേധിച്ചില്ലേ? പ്രതിഷേധിച്ച കർഷകരെ വെടിവെച്ച് കൊന്ന സർക്കാരിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നല്ലേ? ആ വെടിവെച്ച് കൊല്ലനെ തുടർന്ന് കേരളത്തിലും ബംഗാളിൽ നിന്ന് പരിപൂർണമായും ജനം ആട്ടിയോടിച്ച ഗവൺമെന്റിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നല്ലേ? ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തു നിന്നും ജനങ്ങൾ ആട്ടിയോടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നല്ലേ? ഇന്ത്യയിലെ ജനങ്ങളൊക്കെ എന്തുകൊണ്ടാണ് BJP സ്വീകരിച്ചത്? BJP മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ കൊണ്ടാണ്. അല്ലാതെ ഈ നിങ്ങൾ പറയുന്നത് കണക്ക് അവർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയാണെന്നുണ്ടെങ്കിൽ മ്യാൻമാറിൽ നിന്ന്, ബുദ്ധന്മാർ ഭരിക്കുന്ന മ്യാൻമാറിൽ നിന്ന് ലോകത്ത് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ പ്രധാനമന്ത്രിയുടെ പേരുകളിൽ ഒന്നാണ് ആങ് സാൻ സൂചി. ആങ് സാൻ സൂചി ഭരിക്കുന്ന മ്യാൻമാറിൽ നിന്ന് മുസ്ലിങ്ങൾ പലായനം ചെയ്ത് വന്നത് ഇവിടെ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹിന്ദു ഭീകരവാദി അല്ലെങ്കിൽ നരഭോജി എന്നൊക്കെ വിളിച്ച് നിങ്ങൾ ആക്ഷേപിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലേക്കാണ് മ്യാൻമാറിൽ നിന്ന് ജനങ്ങൾ, മുസ്ലിങ്ങൾ പലായനം ചെയ്തു വന്നത്. ഇന്തോനേഷ്യയിൽ നിന്ന് മുസ്ലിങ്ങൾ പലായനം ചെയ്തു വന്നത് ഇന്ത്യയിലേക്കാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ നരഭോജി എന്നും ഭീകരവാദി എന്നും വിളിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഇന്ത്യയിൽ കഴിഞ്ഞ 13 വർഷമായി അതും അപ്രമാദിത്വത്തോടു കൂടിയിട്ടാണ് ഭരിക്കുന്നത്. ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ തന്നെ അപ്രമാദിത്വത്തോടു കൂടിയിട്ട് ഒരു സർക്കാർ അധികാരം കൈയാളുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ എന്തും ചെയ്യാമെന്നിരിക്കെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്നും ഏതെങ്കിലും ഒരു പ്രദേശത്ത് നടക്കുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭരണകൂടത്തിന്റെ വേട്ടയെ തുടർന്ന് ഒരു മനുഷ്യന് പോലും ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തു പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ എന്താണ് സംഭവിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഭരിച്ച പ്രദേശങ്ങളിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ബംഗാളും ത്രിപുരയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാതായി പോയത്? എന്തുകൊണ്ടാണ് 30 വർഷത്തിലധികമായി ഒരേ സംസ്ഥാനത്ത് തുടർച്ചയായിട്ട് BJPക്ക് ഭരിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പല സംസ്ഥാനത്തു നിന്നും കോൺഗ്രസ് ഇല്ലാതായി പോയത്? ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മമെന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന കർമ്മമാണ് ഇവരെയൊക്കെ വളർത്തിയതും ചെയ്യുന്ന കർമ്മമാണ് ഇവരെയൊക്കെ നശിപ്പിച്ചതും. ഇതേ സമയം തന്നെ ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികൾ, ഈ രാജ്യം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യത്ത് വിഘടനവാദം ഉണ്ടാകണമെന്നും ഈ രാജ്യത്ത് കലാപം ഉണ്ടാകണമെന്നും ഈ രാജ്യത്തെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി മരിക്കണമെന്നും ഈ രാജ്യത്തിന്റെ വളർച്ച തടയണമെന്നും ആഗ്രഹിക്കുന്ന വിദേശ ശക്തികളും മറ്റുള്ളവരുടെ മെക്ക സഹായത്തോടു കൂടിയിട്ട് തന്നെ മതം തലയ്ക്ക് പിടിച്ച ഒരു വിഭാഗം പേരും മതേതര മൂല്യമില്ലാത്ത എന്നാൽ മതേതരവാദികളാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറെ കപട പുരോഗമനവാദികളും ഒക്കെ ചേർന്ന് ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന നീക്കത്തെ നമുക്ക് ചെറുക്കണ്ടേ? നമ്മളെല്ലാം സമാധാനത്തോടുകൂടി കഴിയുന്നത് കാണുമ്പോൾ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ സമാധാനത്തോടുകൂടി കഴിയുന്നത് കാണുമ്പോൾ അവരെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയണ്ടേ? ഈ തിരിച്ചറിവ് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഏത് വിഷയത്തിലും ഏത് ഭരണകൂടത്തെയും ഭരണാധികാരികളെയും എതിർക്കാം. പക്ഷേ യാഥാർത്ഥ്യം നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക. സമരങ്ങളെ അടിച്ചമർത്തിയ ശീലമാണ് ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുമുള്ളത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ളത്. അപ്പോൾ ഒരു സമരത്തെ സ്വീകരിച്ച ഒരു സർക്കാരിനെ അഭിനന്ദിക്കാനുള്ള മനസ്സ് കാണിക്കണം. അതിനുശേഷം പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിരവധി വീഡിയോകളും നിരവധി പോസ്റ്റുകളും കണ്ടു. അദ്ദേഹത്തിന്റെ പല്ലിനിടയിൽ കറുപ്പ് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതും അതിനെതിരെ വീഡിയോ ചെയ്യുന്നതുമായിട്ടുള്ള പലരെയും ഞാൻ കണ്ടു. ഒരു 75 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ ആക്ഷേപിക്കാമോ ആ രീതിയിലെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിലൂടെ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ മാറ്റിവെച്ച് സിസ്റ്റത്തിന്റെ തെറ്റുകൾക്കെതിരെ നിങ്ങൾക്ക് ശബ്ദമുയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സിസ്റ്റത്തിന്റെ തെറ്റുകൾക്കെതിരെ പോരാടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും മനസ്സുകൊണ്ടെങ്കിലും തയ്യാറാവും. ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് എല്ലാവർക്കും യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തു, വ്യക്തിഹത്യ നിർത്തൂ, അധിക്ഷേപങ്ങൾ ഒഴിവാക്കൂ. കുറഞ്ഞ പക്ഷം ഈ രാജ്യത്ത് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് കാണിച്ച ജനാധിപത്യ ബോധത്തെ, ജനാധിപത്യ നീതിയെ അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ ഈ വിഷയത്തിൽ ആക്ഷേപിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്.
ഒരു ഈഗോയും ഇല്ലാതെ വിദ്യാർത്ഥികളുടെ ഈ സമരത്തെ അദ്ദേഹം ഉൾക്കൊള്ളാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ മനസ്സിനെ പൂർണ്ണമായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ രാജ്യത്ത് തെറ്റുപറ്റാത്ത ഒരു ഗവൺമെൻറ്റുമില്ല. ഭാവിയിൽ ആര് ഭരിച്ചാലും എല്ലാം ശരിയായി പോകണമെന്നുമില്ല. സ്വാഭാവികമായിട്ടും അതിനെ ഉൾക്കൊണ്ട് പ്രതിപക്ഷം ക്രിയാത്മകമായി ഇടപെടട്ടെ. പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾ കഴിയുന്ന പ്ലാറ്റ്ഫോമിൽ ചെയ്യുക. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒഴിവാക്കുക. താങ്ക് യു.